തൈക്കണ്ടി വീണ വീണ്ടും ഇഡിയുടെ മുമ്പിൽ ഇത് എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ നേരത്തെ പുറത്തു വന്നിരുന്ന വാർത്ത 29-ാം തീയതി, അതായത് തിങ്കളാഴ്ചയാണ് അവർ ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നത് എന്നായിരുന്നു. പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണ് അപ്രതീക്ഷിതമാണ്. ഇ ഡി വിളിച്ചിട്ടാണ് ചെന്നിരിക്കുന്നത് എന്ന് പറയുന്നു. 10:30-ക്ക് ഇപ്പം ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. ഉം. പക്ഷേ എൻ്റെ ഒരു ബലമായ സംശയം, ഈ ഇത്തവണത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ തവണത്തേതുപോലെയല്ല. നിർണായകമാകും. നിർണായകമാണ്. 134 രേഖകൾ SFIO ഇന്നലെ കൈമാറി. നേരത്തെ അത് കിട്ടാൻ വൈകിയിരുന്നു, കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. അതെ, അത് കോടതി മുഖാന്തരമാണ് ആ രേഖകൾ വിട്ടുകിട്ടിയിരിക്കുന്നത്. അത് കിട്ടിയതിന് പിന്നാലെ സംതിങ് എന്തെങ്കിലും ഉണ്ടായിരിക്കും അതിനകത്ത്. എനിക്ക് തോന്നുന്നത് വീണ അങ്ങോട്ട് താല്പര്യം അറിയിച്ച് പോയി ചേർന്നിരിക്കുകയാണ്. കാരണമുണ്ട്. ഇന്നലെ നിയമസഭ പിരിഞ്ഞു. ഇന്നലെ നിയമസഭയിൽ അച്ഛനെ എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ നിയമസഭ പിരിഞ്ഞു. ഇന്നും നാളെയും നിയമസഭ അവധിയാണ്. മുഹറം പ്രമാണിച്ചിട്ടാണ്. ഇനി തിങ്കളാഴ്ച മാത്രമേ 4 ദിവസമുണ്ട്. അതായത് അപ്പോൾ തിങ്കളാഴ്ച മാത്രമേ കൂടുന്നുള്ളൂ. അപ്പോൾ ഈ തിങ്കളാഴ്ചയായിരുന്നു നേരത്തെ വീണയെ വെച്ചിരുന്നത്, വീണയുടെ ചോദ്യം ചെയ്യൽ വെച്ചിരുന്നത്. അന്നത്തെ ദിവസം എന്തെങ്കിലും നിയമസഭ കൂടുന്ന സമയം തന്നെ ഈ ചോദ്യം ചെയ്യൽ വരുന്നത് പിണറായി വിജയന് കനത്ത തിരിച്ചടിയാണ്. കാരണം ഒന്നാമത് പിണറായി വിജയൻ വളരെ അസ്വസ്ഥനാണ് നിയമസഭയിൽ. അദ്ദേഹം തനിച്ച് നേരിടേണ്ട അവസ്ഥയാണല്ലോ ഇതെല്ലാം. തനിച്ച് നേരിടേണ്ട, കാരണം അദ്ദേഹം തന്നെ തനിച്ച് നേരിടേണ്ടി വരും. അയാൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണ്. ഈ ഇന്നലെ AD തോമസ് മുതൽ PD സതീശൻ വരെ എല്ലാവരും എടുത്തിട്ട് അലക്കി. AD തോമസ് ഇന്നലെ നിങ്ങളെ ഈ അമ്മമാരുടെ ശാപം പിന്തുടരുന്നുണ്ട്, നിങ്ങൾ അനുഭവിക്കും, കണ്ണീരിന്റെ ശാപം നിങ്ങളെ പിന്തുടരുമെന്നും കൂടെ പറഞ്ഞു. അത് കൃത്യമായിട്ട് പറഞ്ഞു AD തോമസ്, യുവ MLA കോൺഗ്രസിന്റെ. അത് കൂടാതെ അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതിന്റെ പിടിവിട്ടുപോയി. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീടൊരു ചർച്ച ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ ഒരു പ്രസംഗം നടത്തി നിയമസഭയിൽ. കണ്ടായിരുന്നു. അപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞത്, അന്ന് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പേരെടുത്ത് പറഞ്ഞ് ഒരു പ്രസംഗം. ഈ പേരെടുത്ത് പിണറായി പറയുന്നത് പക വരുമ്പോൾ മാത്രമാണ്. തോമസേ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിച്ചു, മാത്യു കുഴൽനാട എന്ന് വിളിച്ചു. അപ്പോൾ അന്ന് നിങ്ങൾ നിഷേധിച്ചു എല്ലാ കാര്യങ്ങളും. നിങ്ങൾ ഈ സഭയിൽ പച്ചക്കള്ളമാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അതായത് വീണയെ ഇതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യുന്നു, വീണയ്ക്കെതിരെ എൻ്റെ പേരിൽ നടപടി വരുന്നു. നിങ്ങൾ പറഞ്ഞത് യാതൊരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടൻ ശരിക്കും കൊടുത്തു. അതായത് ഈ കഴിഞ്ഞ 1 മാസത്തോളമായിട്ട് ഈ നിയമസഭയെ കിടന്ന് മേടിച്ച് കെട്ടി, പാർട്ടിക്കുള്ളിൽ നിന്നും മേടിച്ച് കെട്ടി, നിയമസഭയിൽ നിന്നും മേടിച്ച് കെട്ടി പിണറായി വിജയൻ്റെ കൺട്രോൾ പോയി ഇന്നലെ വൈകുന്നേരത്തേക്ക്. ഇയാൾ കണ്ണുരുട്ടിയാൽ ഇയാളുടെ പാർട്ടിക്കാരെ വിറയ്ക്കത്തുള്ളൂ. ഇപ്പം അവരും വിറയ്ക്കത്തില്ല, പ്രതിപക്ഷ നേതാക്കൾ വിറയ്ക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന 29 എന്ന് പറയുന്ന ഈ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വീണ്ടും നിയമസഭ സമ്മേളിക്കുമ്പോൾ, ഇന്നലെ ബജറ്റ് പാസ്സാക്കിയിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ ചർച്ചകൾ അതിനെക്കുറിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്തേക്കായിരിക്കും ഈ EDയുടെ ചോദ്യം ചെയ്യലും ഈ വീണയുടെ ഈ വിഷയവും കൂടി വരുന്നത്. വീണ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ, കാരണം SFIOയുടെ കയ്യിലുള്ള രേഖകളിൽ ഉള്ള വിവരങ്ങൾ വെച്ചിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല നിയമവിദഗ്ധർ. അതെ, അല്ല അത് തന്നെയാണ് പിണറായിയും അല്ലെങ്കിൽ പിണറായി തൈക്കണ്ടി കുടുംബം എല്ലാം തന്നെ ഭയക്കുന്നത്. നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ അറസ്റ്റിലാവുന്നതെങ്കിൽ പിണറായി വിട്ടുപോകും. കാരണം പുള്ളിക്ക് അവിടെ വെച്ച് ബോധം കൊണ്ടുവിടാനും പറ്റില്ല. അതാണ്. അപ്പോൾ ഇന്നിപ്പം അതുകൊണ്ട് ആ ദിവസത്തെ ആ ഒരു സംഘർഷം, അങ്ങനെയുള്ള സമയത്ത് പിണറായിക്ക് സഭയിൽ വരാതിരിക്കാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് മുഖത്തറിയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് മകളെയോ മകനെയോ ഒക്കെ പറയുന്നത് വളരെ ചതുർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതാവും. ആ നിമിഷം അദ്ദേഹം കടന്നാക്രമിക്കും. ആരെ അദ്ദേഹം വെറുതെ വിടത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ തിങ്കളാഴ്ച ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വരാനിരിക്കുമ്പോൾ നിയമസഭയിൽ പിണറായി മറുപടി പറയേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് വലിയ ക്ഷീണമാകും. അത് കാരണം വീണ വിജയൻ അങ്ങോട്ട് ഞാൻ ഇന്ന് വരാമെന്നും പറഞ്ഞ് ചെന്നതാകാനുള്ള സാധ്യത വളരെയേറെയാണ്. SFIOയുടെ 134 പേജിലുള്ള രേഖകളുണ്ട്. ഇത് മൊത്തം കൂടെ ചോദ്യം ചെയ്ത് വരണമെങ്കിൽ കുറേ ദിവസം എടുക്കും. ഇതെല്ലാം വെച്ച് ക്രോസ് ചെക്ക് ചെയ്ത് ചോദ്യം ചെയ്ത് വരണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ആദ്യഘട്ടം ചോദ്യം ചെയ്യൽ ഒരു റൗണ്ട് കഴിഞ്ഞല്ലോ. മാത്രമല്ല ഇവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇടിക്ക് കാണുമല്ലോ. ഇനി രേഖകളുടെ കിട്ടിയാന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതി അവർക്ക്. അല്ല, ആദ്യമേ കരിമണൽ കർത്തായുടെ ഭാര്യയും മകനെയും മകളെയും എല്ലാവരും ചോദ്യം ചെയ്തല്ലോ. അവർ കൊടുത്ത മൊഴിയും വീണ കൊടുത്ത മൊഴിയും രണ്ട് എക്സ്ട്രീമാണ്.
പറഞ്ഞാൽ ഇത് തമ്മിൽ യാതൊരു പുലബന്ധവും പോലും ബന്ധവുമില്ല. ഇത് തമ്മിൽ യോജിക്കുന്നില്ല. ഇവർ പറഞ്ഞ കള്ളങ്ങൾ ഇനി തമ്മിൽ മാത്രമല്ല, ഇനി കർത്തയുടെ കുടുംബം അവർക്ക് ഇനി ഇവരെ പേടിക്കേണ്ട ആവശ്യമില്ല. അവർ കൈ ഒഴിഞ്ഞൊന്നും സംശയമുണ്ട്. ഇത് മുഴുവൻ വീണ പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. അവർക്ക് രക്ഷപ്പെടാൻ അത് വേണ്ടി അത്രേ വരും. ഉള്ളൂ. അല്ലാതെ ഈ അല്ല, വീണയ്ക്ക് വേണ്ടി കർത്തയെ ത്യാഗം സഹിക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. ഇല്ല, കർത്തയകത്ത് പോകും. അത്രേ കർത്തയുടെ ഭാഗത്ത് ന്യായമുണ്ട്. എന്താണെന്നറിയാം, ഞാൻ വെറുതെ അല്ല കരിമണൽ ഖനനം ചെയ്തു. ഞാൻ ചെയ്തതിൻ്റെ ഒരു പകുതി അയാൾക്ക് എല്ലാ അമ്മാരും കൊടുത്തിട്ടുണ്ട്. അയാൾ എനിക്ക് വഴിവിട്ട് സഹായം തന്നു, ഞാൻ അയാൾക്ക് കൊടുത്തു. അത് അയാളുടെ മകളുടെ പേരിലായിരുന്നു എന്ന് മാത്രമല്ല. ഈ SF അവർ മാനേജർമാരെയും ചോദ്യം ചെയ്തല്ലോ. ഉണ്ടല്ലോ പ്രധാനപ്പെട്ട സുരേഷ് കുമാർ എന്ന് പറയുന്ന ആളെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. ഇവരെ എല്ലാം ചോദ്യം ചെയ്തിട്ട് ഇതെല്ലാം കൂടെ വിലയിരുത്തിയതിന് ശേഷം ഒരു അന്തിമ ചോദ്യം ചെയ്യൽ വരും. ആ ഒരു അന്തിമ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ആരൊക്കെ അകത്ത് പോകണം. ഈ കർത്തയ്ക്ക് ഇനി പേടിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് ഇവിടുത്തെ കേരള സർക്കാരിനാണ്. വി ഡി സതീശനെയും മോദിയാണ് ഇനി പേടിക്കേണ്ടത്. പിണറായി വിജയനെ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കർത്തയുടെ കുടുംബം എന്താണ് പറഞ്ഞത് നമുക്കറിയില്ല. വീണയെ ശരിക്കും വട്ടം ചുറ്റിക്കുന്ന രീതിയിലാണോ എല്ലാ സ്ഥലവും എടുത്ത് ഇവരെ കയ്യിലില്ലാത്ത തെളിവും കൂടെ കൊടുത്തിട്ട് പോയെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ഈ പിണറായി വിജയൻ കെട്ടിപ്പൊക്കിയ നുണകളുടെ ഒരു കോട്ടയുണ്ട്. ആ കോട്ടയ്ക്കകത്താണ് ഇത്രയും നാൾ വീണ വിജയൻ കരുതലോടെ കഴിഞ്ഞത്. ആ കോട്ടയ്ക്ക് ചുറ്റും കാവലാളന്മാരായിട്ടാണ് ഈ പറഞ്ഞ DYFIക്കാരും SFIക്കാരും CPMകാരും ഞങ്ങളുടെ നേതാവിനെ തൊട്ട അപ്പം ഞങ്ങൾ തട്ടും എന്ന് പറഞ്ഞിട്ട് കയറി നിന്നത്. ആദ്യത്തെ ഒരു തട്ടലോടെ തന്നെ എല്ലാം കരയ്ക്ക് കയറി. ഇനി ആ രീതിയിലുള്ള ഒരു പരിഗണന ഉണ്ടാവില്ല. പാർട്ടി ഇതിൽ നിന്നും പൂർണ്ണമായും പിന്മാറി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാക്ക് പോലും പാർട്ടി പറയുന്നില്ല. പാർട്ടിക്ക് ആദ്യം തൊട്ടേ ഇതാണ് നല്ലത്. അല്ല, അതായിരുന്നു ബുദ്ധി. കാരണം ഇവർക്ക് ബുദ്ധി വെച്ചോ വൈകിപ്പോയി. ആദ്യമേ ED-ക്കാർ തല്ലാനും വരെ വണ്ടികളിൽ പൊട്ടിക്കാനൊക്കെ പോയ നേരത്തിന് അന്നേ ഞങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു. വീണയും പാർട്ടിയും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധമില്ല. പാർട്ടി പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ഒരാളല്ലേ വീണ ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണ്. ആ വ്യക്തി പിണറായി വിജയൻ്റെ മകളാണെന്നുള്ളതേ ഉള്ളൂ. പിണറായി വിജയനും വീണയ്ക്കും വീണ സ്വന്തമായിട്ട് കമ്പനി നടത്തുന്നു. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. അവർ അവരുടെ രീതിയിൽ മുന്നോട്ട് പോകുന്നു. പിണറായിയുടെ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിണറായിക്കും വീണയ്ക്കും തമ്മിൽ ഇതിനെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാട് ആദ്യമേ പാർട്ടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും വരില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നതും. പാർട്ടിയുടെ വഴിക്ക് പാർട്ടി അംഗമല്ലല്ലോ. പാർട്ടി അംഗമോ നേതാവോ പദവിയുള്ള ആളാണെങ്കിൽ മാത്രം പാർട്ടി ഇടപെട്ടാൽ മതിയല്ലോ. പിണറായി വിജയൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടിയിൽ പൊട്ടിക്കാൻ പോയത് എന്തിനാണെന്ന് ചോദ്യം. ഇതൊക്കെ നാട്ടുകാർക്ക് മുന്നിലേ കാലം മാറി. പണ്ടത്തെ കാലമൊന്നുമല്ല. നാട്ടുകാർക്ക് മുന്നിൽ ഒരു അപമാനിക്കപ്പെട്ട് നിൽക്കുകയാണ് ഈ പ്രസ്ഥാനം, ഈ ഒരു വ്യക്തി കുടുംബത്തിന് വേണ്ടി. ഈ അങ്ങനെ ഒരു പറച്ചിൽ തികച്ചും ആസൂത്രിതമായിരുന്നു. നമുക്കറിയാം, ഈ വീണ വിജയൻ്റെ ഇപ്പോഴത്തെ വാടക വീട്ടിൽ ED റെയ്ഡ് നടത്തുമ്പോൾ ഭർത്താവ് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് എങ്ങനെയാണ്? ഇത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ട് തന്നെയാണ് പറയിപ്പിച്ചത്. സംഘപരിവാർ അജണ്ടയാണ്. സംഘപരിവാറിന് ഇതിനകത്ത് എന്തോന്ന് അജണ്ട? 30 ദിനവും വെള്ളം കുടിക്കണം. അപ്പോൾ സംഘപരിവാർ അജണ്ടയിൽ ഇവരപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഈ പറയുന്ന വീണ തൈക്കണ്ടിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡ്. ആ വീണ തൈക്കണ്ടിയുടെ വീട്ടിൽ പിണറായി വിജയൻ അപ്പനായിട്ടുള്ള പിണറായി വിജയനും താമസിക്കുന്നു. അവിടെ നടത്തിയ റെയ്ഡ് വീണ തൈക്കണ്ടിക്കെതിരെയാണ്. അവിടെ പിണറായി വിജയൻ താമസിക്കുന്നതുകൊണ്ട് പിണറായി വിജയനെതിരെ അല്ല. പക്ഷേ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ അമ്മായിയപ്പനും മരുമകനും ചേർന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് അതിനനുസരിച്ചാണ് ഈ തിരുവനന്തപുരത്ത് ആ നാടകങ്ങളെല്ലാം നടന്നത്. ശുദ്ധ ഫൗളായിരുന്നു എന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. ഇയാൾ മുഷ്ടി ചുരുട്ടി നമ്മൾ ഒന്നിച്ചിറങ്ങുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇത് വെച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ രക്താണുക്കൾ എന്ന് പറഞ്ഞ പോലെ രക്ത അണികൾ ഇതിനകത്ത് കയറി കൈ കൊടുക്കുന്നു. ഞങ്ങളുടെ നേതാവിനെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും സംരക്ഷിക്കും. ഫാസിസ്റ്റുകളുടെ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നിങ്ങളുടെ ഹിഡൻ അജണ്ടകളൊന്നും ഇവിടെ നടപ്പാക്കാൻ ഞങ്ങൾ. കേന്ദ്ര സർക്കാരാണ് പിണറായി 40 തവണ കണ്ട് ലാവലിംഗ് കേസിൽ ഹാജരാകുന്നതിന് നിലപാടെടുത്തത്. അപ്പോൾ അത്രയും ഡയലോഗുകൾ വിട്ട ഒരു ടീമാണ്. അങ്ങനെ ഈ പാർട്ടിയെ കൊണ്ടുവന്ന് ഇതിൽ കൂട്ടിക്കെട്ടി. പക്ഷേ ആ കൂട്ടിക്കെട്ടാനുള്ള ശ്രമം അന്ന് തന്നെ ബിനീഷ് കോടിയേരിയുടെ നേതൃത്വത്തിൽ പൊളിച്ചടുക്കി. കുറേ എണ്ണം ജയിലിലായി പോയി. എങ്കിലും 25 എണ്ണം ജയിലിലായി. ഒരുത്തൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി പാളയം സന്തോഷ്. അയാള് ഇത്രയും വലിയ സംഭവം ഇവിടെ നടക്കുമ്പോൾ ഇവിടുത്തെ പോലീസുകാരൊക്കെ എന്തിനിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തിനാണെന്ന് മനസ്സിലായത്? അയാൾ ഗൾഫിലേക്ക് കടന്നു. എന്നിട്ട് ഇപ്പം ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുക. ഇപ്പോഴും ഇവർ ഓരോരുത്തരുടെ വീടുകളിൽ കയറി ഇറങ്ങും. ഒരുത്തരെയും കിട്ടുന്നില്ല. ഇവരൊക്കെ വിദേശത്തേക്ക് അത് എങ്ങനെ കടന്നു എന്ന് അന്വേഷിച്ചാൽ മിക്കവാറും ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ വണ്ടിക്കകത്തായിരിക്കും കയറി കടന്നു. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു സംശയം വേണ്ട. ഭരണം മാറിയെങ്കിലും പിണറായി വിജയൻ മാറിയെങ്കിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെയും ഈ ഗവൺമെൻറ് ലീഡർമാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒന്നും മാറ്റാത്തത് കാരണം ഇപ്പോഴും കമ്മി ഭരണം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും വീണയെ ചോദ്യം ചെയ്യുന്നത് ഇന്ന് ഒരു ദിവസത്തേക്കായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി വൈകുന്നേരത്തോടു കൂടിയായിരിക്കും. 10:30 തുടങ്ങിയാലും ഒരുപക്ഷെ വൈകുന്നേരം വരെ ഇന്ന് സമയമെടുക്കും. കാരണം ഈ തെളിവുകൾ മുഴുവൻ അവരുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും ചോദ്യം ചെയ്യുന്നതെന്ന്. പിന്നെ അവരുടെ മൊഴികളും കർത്തയുടെ കുടുംബാംഗങ്ങൾ കൊടുത്ത മൊഴികളുണ്ടല്ലോ, അതും കൂടെ വെച്ച് വെരിഫൈ ചെയ്യണം.
പിന്നെ ഈ അക്കൗണ്ടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. ഉണ്ട്. വീണയുടെ തന്നെ 4-5 അക്കൗണ്ടുകളുണ്ട്. അതുപോലെ ഈ പ്രധാനമായിട്ടും പിന്നെയും ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിച്ചോ എന്ന് മാത്രമാണ് ഇ ഡിക്ക് അറിയുന്നത്. അല്ല, അതാണ് അതിൽ മാത്രമേ വീണ അവർക്ക് പിടികൂടാനും പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ SFIയുടെ കാര്യം കോഴ വാങ്ങി അത് അഴിമതിയാണെങ്കിൽ, അഴിമതി നിരോധന നിയമപ്രകാരമാണെങ്കിൽ ഇത് ഇവർ വേണം വരാൻ, CBI ആയിരിക്കും ഇത് അന്വേഷിക്കുക. ഈ കള്ളപ്പണത്തിനൊപ്പം തന്നെ കൈക്കൂലിപ്പണം ഉണ്ടെങ്കിൽ, കൈക്കൂലിപ്പണം എന്ന് പറയുമ്പോൾ കൈക്കൂലിപ്പണം ഈ പിണറായി വിജയനെയും വീണയുമായി ബന്ധിപ്പിച്ചെങ്കിലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ വീണയ്ക്ക് അവർ കാശ് കൊടുത്തതിന് അയാൾ അവിടെ ഒരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ആ കണക്ക് ശരിയാണ്. ക്യാഷ് ആയിട്ടാണോ കൊടുത്തത്, അക്കൗണ്ട് വഴിയാണോ എന്നുള്ളതാണ്. ക്യാഷ് ആയിട്ടാണെങ്കിൽ ക്യാഷ് കൊടുക്കുന്നത് അതെങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം വരാൻ പോകുന്നത്. ഏതായാലും ശരിക്കും പിണറായിയും സംഘവും വെള്ളം കുടിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ല വേറെ വഴിയില്ല അവർക്ക്. എന്തായാലും ഈ ബലമായ ഒരു സംശയം ഇത് തന്നെയാണ്. നിയമസഭ ചേരുമ്പോൾ ഉള്ള ചോദ്യം ചെയ്യൽ, അത് നിയമസഭയുടെ നടുത്തളത്തിൽ പിണറായി വിജയൻ ഇരിക്കുമ്പോൾ മകൾ ഇ ഡിയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വിധേയയാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ചും മാത്യു കുഴൽനാടനെ പോലെ. അതാണ് മാത്യു കുഴൽനാടൻ, AD തോമസ് തുടങ്ങി ഒരുപാട് അവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാവരും കൂടെ എണീറ്റ് ചെയ്യുന്നുണ്ട്, ഇയാളെ എടുത്തിട്ട് ഉടുക്കും. അപ്പോൾ ഈ മാത്രമല്ല സ്പീക്കർ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. വളരെ ഏറ്റവും വലിയ കോമഡി ഇപ്പോൾ ശരിക്കും അദ്ദേഹമാണ് അവിടെ. അതേ തമാശയൊക്കെ പറഞ്ഞു ഇന്നലെ അദ്ദേഹം പറഞ്ഞു തെക്ക് വടക്ക് ചുമ്മാ അതിന് ഇറങ്ങി നടക്കാൻ. നല്ലതാണ്. നിയമസഭയിൽ ഗൗരവതരമായ ചർച്ച നടക്കുമ്പോൾ തെക്ക് വടക്ക് നടക്കരുത്. കാര്യം നിങ്ങൾ ചർച്ച നടത്താം. ചർച്ച നിയമസഭ എന്ന നിയമനിർമ്മാണ സഭയാണ്. എന്തിനാണ് നടക്കുന്നത്? അതൊരു സീനിയർ ആണെന്നുള്ള നിലയിൽ അത് കൃത്യമായിട്ട് ഇടപെട്ടു. ഇന്നലെ അത് വേണം. വേറൊരു വലിയ കമന്റ് അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിപ്പോവുകയാണ്. ആയിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞതാണ്. ആയിക്കോട്ടെ പൊക്കോട്ടെ, കൈയൊക്കെ വെച്ചിങ്ങനെ കാണിക്കുന്നത്. എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ആളാണല്ലോ. എന്തായാലും ഈ നിയമസഭ കൂടുന്ന സമയത്ത് തൈക്കണ്ടി വീണയുടെ ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വല്ലതുമൊക്കെ നടക്കുമായിരുന്നു. അതുകൊണ്ടാവണം ഒരു പക്ഷേ ഇന്നത്തേക്ക് ചോദിച്ചു മേടിച്ച് ഇ ഡിയുടെ മുമ്പിലേക്ക് തൈക്കണ്ടി വീണ ചെന്നത്. ഇളം നീല വസ്ത്രമൊക്കെ ധരിച്ച് ആരും അറിയാതെ, മാധ്യമങ്ങളുടെയൊക്കെ കണ്ണുവെട്ടിച്ചാ ചെന്നതെങ്കിൽ പോലും മാസ്ക് അണിഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ് ചെന്നത്. എന്തായാലും ഇന്ന് ഒരു പക്ഷേ അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാമെന്നുള്ള സാധ്യതയില്ല. കുറച്ചുകൂടി ഇത് ഡെവലപ്പ് ചെയ്ത് വരാനുണ്ട്. വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യൽ തുടരും. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിൻ്റെ 2ാം ഘട്ടമാണ് നടക്കാൻ പോകുന്നത്.